പ്രതികരിക്കണമെന്ന് തോന്നിയത്. മുമ്പ് പലപ്പോഴും ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വരുന്നതിനും അതുപോലെ തന്നെ ഈ TV ചാനലുകൾ പ്രചാരത്തിൽ വരുന്നതിനുമൊക്കെ മുമ്പ്, അന്ന് TV ചാനലൊക്കെ ഉണ്ടെന്നാലും ന്യൂസ് ചാനലുകൾ വ്യാപകമായിട്ടുണ്ടായി. അന്ന് ഈ അച്ചടിച്ച പേര് വയ്ക്കാത്ത നോട്ടീസുകളായിരുന്നു വ്യാപകം. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലെ ലൈബ്രറിയിലെ ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ടൊരു 10-23 നോട്ടീസുകൾ എൻ്റെ ഫയലിൽ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും പേര് വയ്ക്കാറുള്ളതാണ്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായിട്ട് എനിക്ക് നേരെ വരുന്ന ഇതായിരുന്നു. അപ്പോൾ പേര് വയ്ക്കാത്ത നോട്ടീസുകളിലൂടെ ആക്ഷേപിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു. അത് പിന്നെ ഇതൊക്കെ വന്നപ്പോൾ അങ്ങ് നിർത്തി. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വന്നപ്പോൾ അതിൽ ഞാനും പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്, സജീവമാണ്, നിങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തും, മറ്റു മാധ്യമങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തും കൊണ്ടാണ് ഇപ്പോഴത്തെ പ്രചരണങ്ങൾ. അപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ ഈ ആഗസ്റ്റ് 1-ാം തീയതിയാണ് എൻ്റെ നാട്ടിലെ ചാണപ്പാറ എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകനും എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു ചെറുപ്പക്കാരന്, ഞങ്ങളുടെ ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പൊക്കെ ഉള്ള മിഥുൻ സി സേനൻ ഒരു പത്രസമ്മേളനം നടത്തിയ വാർത്തകൾ പിറ്റേ ദിവസം അച്ചടിച്ച മാധ്യമങ്ങളിലൂടെയും അല്ലാതുള്ള പ്രാദേശിക ചാനൽ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാനിടയായി. അപ്പം ഞാനതിൽ 1-ാം തീയതിക്ക് ശേഷം പ്രതികരിക്കാതിരുന്നതിന് 2 കാരണങ്ങളാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, 1, 2, 3 തീയതികളിൽ CPIയുടെ കൊല്ലം ജില്ലാ സമ്മേളനം, കൊല്ലത്ത് പ്രതിനിധി സമ്മേളനം നടക്കുകയാണ്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പ്രതിനിധി സമ്മേളന നഗറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമ്മേളനത്തിൻ്റെ ഷെഡ്യൂൾ ഓരോ ദിവസവും തീരുന്ന രാത്രി താമസ സ്ഥലത്തേക്ക് പോയി തിരിച്ച് പിറ്റേന്ന് വരികയും സമ്മേളനം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 3-ാം തീയതി വരെ പോയി. 4, 5 തീയതികളിൽ വീണ്ടും കുറച്ചുകൂടി പ്രചാരമുള്ള ചാനലുകളിൽ ഈ വാർത്ത വന്നപ്പോൾ മിഥുൻ്റെ ആദ്യത്തെ ഒരു സംരംഭമായതുകൊണ്ട് അവനെ നിരുത്സാഹപ്പെടുത്തി ഇടയ്ക്ക് കയറി ശല്യം ചെയ്യേണ്ട, മിഥുൻ കൊടുത്തിരിക്കുന്ന വാർത്ത കുറച്ച് പോകട്ടെ എന്ന് കരുതിയിട്ടാണ് 6-ാം തീയതി നടത്താമെന്ന് തീരുമാനിച്ചത്. മിഥുനൊരു ഡയറി മാധ്യമങ്ങളെ കാണിച്ചിട്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. മിഥുൻ്റെ അച്ഛൻ 2020 ഫെബ്രുവരിയിലാണ് മരണപ്പെടുന്നത്. എനിക്ക് വളരെ അടുപ്പമുള്ളൊരു വീടാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന വീടുകളിലൊന്നാണ്. മിഥുൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിഥുൻ്റെ അച്ഛൻ KSFയിലെ ഒരു ഉയർന്ന തലത്തിലെ ജീവനക്കാരനായി റിട്ടയർ ചെയ്ത ആളാണ്. അമ്മ അവസാനം വിരമിക്കുന്നത് ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രത്തിൽ നിന്നാണ്. മിഥുൻ്റെ സഹോദരി നല്ല വിദ്യാഭ്യാസമുള്ള വിവാഹം കഴിഞ്ഞു പോയി. മിഥുനും നല്ല അക്കാദമിക് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ചെറുപ്പക്കാരനാണ്. എല്ലാവർക്കും നല്ല വായനാശീലം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മിഥുനെ പ്രത്യേകമായിട്ടും ഒരു ഇഷ്ടമാണ്. മിഥുനോട് ജീവിതത്തിൽ ഒരിക്കലും ഒരു നോട്ടം കൊണ്ടുപോലും ഇന്നുവരെയും ഈ സംഭവം നടന്നതിന് ശേഷം ഞങ്ങൾ കാണുമ്പോൾ പോലും പിന്നെ ഒരു ഇത് വന്നിട്ടേ ഇല്ല. അപ്പോൾ അത്ര സൗഹൃദത്തിലാണ് പോകുന്നത്. അപ്പം മിഥുൻ്റെ അച്ഛൻ മരിക്കുമ്പോഴും ഞങ്ങളെല്ലാം ഇതറിയും അവിടെ ചെല്ലുകയും അതിൻ്റെ പരിപാടികളിലെല്ലാം ചടങ്ങുകളിലെല്ലാം സംബന്ധിക്കുകയും കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വിവരം മിഥുന് ഇതുവരെയും മിഥുനോ മിഥുൻ്റെ വീട്ടിലുള്ളവരോ അണ്ണനെ കൂടി പരാമർശിച്ചുകൊണ്ട് അച്ഛൻ്റെ ഒരു ഡയറി എഴുത്തുണ്ട് എന്ന് ഇന്ന് വരെ ഈ 5 വർഷത്തിനിടയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ മിഥുനുമായിട്ട് പിന്നെ സുധിനുമൊക്കെ ഇപ്പം മിഥുന് ഈ അടുത്ത കാലത്ത് ഇവിടെ കടയ്ക്കൽ ടൗണിലൊരു ബേക്കറി നടത്തുന്നതിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് നിരന്തരമായി കാണുന്ന സന്ദർഭത്തിലെല്ലാം സംസാരിക്കാറുണ്ട്. മാത്രമല്ല മിഥുൻ ഇതിനിടയിൽ തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പലതവണ വന്ന് എന്നെ കാണുകയും വീട്ടിൽ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ബാങ്കുമായി ബന്ധപ്പെട്ട അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള വായ്പാ കണക്കുകളും മറ്റും സെറ്റിൽ ചെയ്യുന്നതിന് കുറച്ച് സമയം വേണം. അതിൻ്റെ നടപടികളൊക്കെ ഒന്ന് പിന്നെ സ്ലോ ചെയ്യണം. അപ്പോൾ അതിനൊരു സാവകാശം തരണമെന്നെല്ലാം പറയാനാണ് മിഥുൻ വന്നിട്ടുള്ളത്. അപ്പോൾ മിഥുൻ ഇത്രയും കാലം വരുന്നതിനിടയിൽ ഈ 5 വർഷത്തിനിടയിൽ മിഥുനോ മിഥുൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമില്ല. ഇനി അത് പെടുത്തിയില്ലെങ്കിൽ പോലും അവർക്കുള്ള
വായ്പകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇത് കേൾക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് അവരുടെ മനസ്സിൽ, ഇതിൻ്റെ മനസ്സിലെല്ലാം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത് കണ്ടു കാണും. എന്നെ പരാമർശിക്കുന്ന ഭാഗം ഈ ഡയറിയിൽ 4-5 പേജുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. അത് ശ്രീ ചന്ദ്രസേനൻ തന്നെ മരണത്തിന് മുമ്പ് എഴുതിയതാണോ അതോ പിന്നീട് എഴുതി ചമച്ചതാണോ എന്നൊക്കെ ഉള്ളത് ശാസ്ത്രീയമായി നിയമപരമായി വ്യക്തത വരുത്തേണ്ടുന്ന കാര്യമായതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് അത്രയും പറയുന്നുള്ളൂ. ഞാനതിൽ തർക്കിക്കുന്നില്ല. എന്തായാലും അദ്ദേഹം തന്നെ മരണത്തിന് മുമ്പ് ഇതൊരു മരണക്കുറിപ്പല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ആളുകൾ പലരും പ്രത്യേകിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്നവർ തന്നെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ എഴുതിയതാണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഏറ്റവും വിശ്വസിച്ചിരുന്ന JC അനിൽ എന്നെ വഞ്ചിച്ചു. ഞാൻ അറിയാതെ ബാങ്കിൽ വെച്ചിരുന്ന ആധാരങ്ങളിൽ ബലരാമൻ മാമനിൽ നിന്നും വാങ്ങിയിട്ടുള്ള വസ്തുവിൻ്റെ ആധാരം വെച്ച് ഞാൻ അറിയാതെ JC ലോൺ എടുത്തിട്ടുണ്ട്. വിശ്വനാഥൻ മാമനിൽ നിന്ന് വാങ്ങിയ വസ്തു വെച്ച് ഞാനിങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബാങ്കിലെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളിനും സെക്രട്ടറിക്കും അറിയാം. കൂടാതെ നിതീഷ് ചാണപ്പാറയ്ക്കും അറിയാം. അപ്പം നിതീഷിന് ഇതൊക്കെ അറിയാമെന്നും നിതീഷിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഏതോ ഒരു പ്രാദേശിക ചാനലിൽ ഞാൻ ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ അതിൽ നിന്നും കേൾക്കുന്നുണ്ട്. നിതീഷ് തുടയന്നൂർ ബാങ്കിലെ അറ്റൻഡൻസ് ജോലി ചെയ്യുന്നയാളാണ്. പിന്നെ ഈ വായ്പ എടുക്കുന്നതിന് ബാങ്കിൽ വരുന്ന നടപടിക്രമങ്ങളൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭ്യമല്ലെങ്കിൽ ഞാൻ അയച്ചു തരികയും ചെയ്യാം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ലീഗൽ നോട്ട് വരും, പാറങ്ങളിൽ ഒപ്പിടിപ്പിക്കും, വായ്പ കിട്ടും. അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇവരുടെ തന്ത്രം ബാങ്കിൻ്റെ ഇതാണ്. മിക്കവാറും എല്ലാവരിൽ നിന്നും ഇങ്ങനെ പിന്നെ വാങ്ങും, രേഖകൾ വാങ്ങുമെന്നാണ് അറിയുന്നത്. അഡ്രസ് അവസാനമാണ് റവന്യൂ റിക്കവറി, ഒന്നിന് റവന്യൂ റിക്കവറി വരും, മറ്റത് അടച്ചു തീർക്കും. ഞാൻ എൻ്റെ ആധാരങ്ങൾ പലതവണ ചോദിച്ചിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല. ഇതൊക്കെ സെക്രട്ടറിക്ക് അറിയാം. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ടതല്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കടബാധ്യതകളെയും മറ്റും കുറിച്ചൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അവസാനം അദ്ദേഹം 2 കൈയക്ഷരമാണ്. ഇത് വേറൊരു കൈയക്ഷരമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഡയറിയിലുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. ഇത് വേറൊരു കൈയക്ഷരമാണ്. ഇത് വേറൊരു കൈയക്ഷരമാണ്. അവസാനം ഇതിൽ എല്ലാം ഇങ്ങനെ അറിയാം. വെട്ടിത്തിരുത്തലുകൾ ഒരുപാടുണ്ട്. അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അറിയാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഇവിടെ എഴുതിയാൽ CPIയിൽ നിന്നും എനിക്കും കുടുംബത്തിനും ഭീഷണി ഉണ്ടാകും. അതിനെ നേരിടാൻ BJP ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതേതോ ഒരു തിയറി 23 എഴുതിയെന്നാണ് ബ്രാക്കറ്റിൽ എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഡിങ് ഇങ്ങനെയാണ്: ഇത് നേരിടാനും എൻ്റെ കുടുംബത്തിന് സഹായം നൽകണമെന്നും BJPക്കാരോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ K. സുരേന്ദ്രൻ എനിക്കിഷ്ടപ്പെട്ട നേതാവാണ്. അത് കൊട്ടേഷനിൽ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ. എൻ്റെ കുടുംബത്തിന് നീതിയും സഹായവും നൽകണമെന്ന് BJP അധ്യക്ഷനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് ശ്രീ K. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പ് ചാർത്തിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതൊക്കെ വെച്ചിട്ട് ഒരു മാന്യനായ ഒരാൾ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ, അതാണ് അവിടെയാണ് അതിൻ്റെ പ്രസക്തി. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞാൽ അതിലുള്ള സംഗതികൾ വെച്ചിട്ട് വാർത്ത വരുന്നതുകൊണ്ട് ഒരു പ്രയാസവും. അതിന് നിയമ നടപടികൾ വേണം. നിങ്ങൾ തന്നെ അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വേണം ഇത്തരം കാര്യങ്ങൾ. പക്ഷേ ഇതിലെങ്ങും പറയാത്ത, ഇതൊരു ആത്മഹത്യാക്കുറിപ്പല്ല. ആത്മഹത്യാക്കുറിപ്പെന്ന് പറയുന്നത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് എഴുതി ആരെങ്കിലും ഏൽപ്പിക്കുകയോ എവിടെങ്കിലും കാണത്തക്ക നിലയിൽ സൂക്ഷിക്കുകയോ പോലീസ് അധികാരികൾക്കോ മീഡിയയ്ക്കോ കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് ആത്മഹത്യാക്കുറിപ്പെന്ന് പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പറയും, ഞാൻ ആത്മഹത്യ ചെയ്യണം, എൻ്റെ ആത്മഹത്യക്ക് ഇന്നാരെല്ലാം ആയിരിക്കും ഉത്തരവാദിയം, അല്ലെങ്കിൽ അവരുടെ പീഡനം നൊന്താണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്നതാണ് ആത്മഹത്യാക്കുറിപ്പ്.
അപ്പം ഇത് ആത്മഹത്യയുടെ ഭാഗം ഇതിൽ പറഞ്ഞിട്ടില്ല, ആത്മഹത്യ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മൾ പറയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ഇതിലങ്ങനെ ഒരു പരാമർശവും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു പരാമർശം ഉണ്ട് എന്ന നിലയിൽ വാർത്തകൾ പോയി. ആ വാർത്തകളിൽ പറയുന്നത് ആത്മഹത്യാ കുറിപ്പിൽ JC അനിൽ CPI ജില്ലാ കൗൺസിൽ അംഗമാണ് ഈ പറയുന്ന വാർത്ത നടത്തുന്ന ദിവസം ഞാൻ. അപ്പം അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ടാണ് എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇതന്വേഷിക്കണമെന്നാണ് പറയുന്നത്. ഇതിലെന്നെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ടു. അപ്പോൾ അതിൽ പറയുന്ന തുടയന്നൂർ ബാങ്കിലെ വായ്പകളെ സംബന്ധിച്ചിട്ടാണ്. നമ്മുടെ ഏത് ബാങ്കായാലും സഹകരണ ബാങ്കുകളിൽ നിന്നായാലും എവിടെ നിന്നായാലും വായ്പ എടുക്കുമ്പോൾ ഒരു വസ്തു ഒരാൾ ജാമ്യപ്പെടുത്തി വായ്പ വെച്ചാൽ ആ വസ്തു മുഴുവനായി ജാമ്യത്തിൽപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുവദിക്കുന്ന ഒരു വായ്പ കഴിഞ്ഞാൽ പിന്നൊരു വായ്പ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ജാമ്യം റദ്ദ് ചെയ്യണം സ്വാഭാവികമായി. അല്ലെങ്കിൽ അതിൻ്റെ തുടർ വായ്പയായിട്ട് എടുക്കാം. എന്തായാലും ഒന്നിനു മുകളിൽ ഒന്നായി വായ്പ എടുക്കുന്നു എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാവില്ല. ഇതിൽ തന്നെ ഈ വാർത്തകളിലൊക്കെ ഈ മിഥുൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ കബളിപ്പിച്ച് ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ടെന്നാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി ബാങ്കിൻ്റെ ഭാഗം പറയേണ്ടുന്നത് ഇപ്പോൾ ബാങ്കിൻ്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതിയോട് അത് പറയേണ്ടി വന്നാൽ അത് പറയും. തുടയന്നൂർ ബാങ്ക് കൃത്യമായി വളരെ പ്രോപ്പറായിട്ട് വായ്പകളെല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, മറ്റ് നമ്മുടെ അടുത്തുള്ള ബാങ്കുകളെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വായ്പകളിൽ യാതൊരു വിധമായ ഇതും തുടയന്നൂർ ബാങ്കിനെ സംബന്ധിച്ചുണ്ടാവില്ല. ഇന്ന് വരെ ആ ബാങ്കിൻ്റെ ഒരു വായ്പയെ സംബന്ധിച്ചൊരു ചോദ്യം ചെയ്യലോ അന്വേഷണമോ വന്നിട്ടില്ല. ആ ബാങ്ക് 10,100 പേർക്ക് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ 10,100 പേർക്കും ആ വായ്പയെ സംബന്ധിച്ചിട്ടുള്ള തർക്കം അവിടെ ആരും ഉന്നയിക്കാറില്ല. വായ്പ കൊടുക്കുന്നു, അവരത് എഗ്രി ചെയ്യുന്നു, അവർ ബോണ്ടപ്പെടുന്നു, അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു, അവരടയ്ക്കുന്നു. ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാതെ വരുന്നവരെ സംബന്ധിച്ച് നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുന്നു. ആ നടപടിയെ തുടർന്ന് അത് അടയ്ക്കും, ഇല്ലെങ്കിൽ അടയ്ക്കാതെ പോകും. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യം അവിടെയും നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നുമേ നടന്നിട്ടില്ല. എന്താണോ ചെയ്യേണ്ടുന്നത് പ്രോപ്പറായി ഇതിലിതായി ഇത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് വേറെ പേജുകളെക്കുറിച്ചാണ് നമുക്ക് ശ്രമിച്ചത്. ഇതിൽ അദ്ദേഹം ഞാൻ ഈ റെഡ് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് PSCB കോ ഓപ്പറേറ്റീവ് 5 ലക്ഷം ഗുണം 3 കൊടുക്കാനുള്ളത് സമം 15 ലക്ഷം. അപ്പോൾ ഇദ്ദേഹം എഴുതിയിരിക്കുന്നതാണ് 15 ലക്ഷം രൂപയുടെ വായ്പ എനിക്ക് തുടയന്നൂർ ബാങ്കിലുണ്ടെന്ന്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ വായ്പ എടുത്തിട്ടുള്ള ശ്രീ ചന്ദ്രസേനൻ വായ്പ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ആ വാർത്താക്കുറിപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വായ്പ എടുത്ത് മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ ആളിൻ്റെ അവകാശികൾ സ്വാഭാവികമായിട്ടും നമ്മളാരായാലും ബന്ധപ്പെട്ട ബാങ്കുകളിൽ പോയി എൻ്റെ ഇന്നാരും മരണപ്പെട്ടു, അദ്ദേഹത്തിന് എന്തെല്ലാം ഇടപാടുകൾ ഇവിടുണ്ട്, ആ ലൈബിലിറ്റീസ് ഒന്ന് എഴുതി തരണം. അത് എഴുതി തരുമ്പോഴാണ് നമുക്ക് വല്ല ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒബ്ജക്ഷനും പെറ്റീഷനായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് എഴുതി തരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരും ബാങ്കിൽ ബന്ധപ്പെടുന്നു, അവരതെല്ലാം എഴുതി മേടിക്കുന്നു. അവർക്കതിലൊരു തർക്കവും ഇല്ല. ഈ 5 വർഷത്തിനിടയിൽ ഇവർ തുടയന്നൂർ ബാങ്കിനെതിരെ ഒരു പരാതി അവിടെയും പറഞ്ഞിട്ടില്ല. ഈ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളിൻ്റെ മരണത്തിന് ശേഷം അമ്മയും മകനും കൂടി വന്ന് ബാങ്കിൽ വന്ന് ഈ വായ്പകളെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ട് അവർക്കൊരു തർക്കവും അവർ പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്ന സമയം വരെയും അവകാശിയായ മിഥുൻ C. സേനനോ അദ്ദേഹത്തിൻ്റെ മാതാവ് ശാരദ PKയോ തുടയന്നൂർ ബാങ്ക് സെക്രട്ടറിക്കോ പ്രസിഡന്റോ ഒരു പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ആളിൻ്റെ പേരിൽ വായ്പയുണ്ടെന്ന് പറയുന്നു, അത് കളവാണ്, ഞങ്ങളിങ്ങനെ വായ്പ എടുത്തിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. 1. 2, ഇദ്ദേഹത്തിൻ്റെ പേരിൽ 3 വായ്പകൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. തുക ഞാൻ അങ്ങനെ ഓപ്പണായി പറയുന്നത് ശരിയല്ല. ആ വായ്പകൾ ബാക്കി നിൽക്കുന്ന വായ്പകളിൽ മരണത്തിന് ശേഷം ഈ അവകാശികൾ വന്ന് പണം അടച്ചിട്ടുണ്ട്. നമുക്ക് തർക്കമുണ്ടെങ്കിൽ നമ്മൾ പൈസ അടയ്ക്കില്ല. അവർ പൈസ അടച്ചിട്ടുണ്ട്. അതുമല്ല, ഈ 3 വായ്പകൾക്കും സഹകരണ ബാങ്കിൽ നിന്ന് കേരളത്തിൽ ഒരാൾ വായ്പ എടുത്താൽ വായ്പ നിലനിൽക്കുമ്പോൾ മരണപ്പെട്ടു പോയാൽ കേരള സഹകരണ
വികസന ക്ഷേമനിധി ബോർഡുണ്ട്. ആ ബോർഡിൽ വായ്പക്കാരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തൊരു പ്രീമിയം അടയ്ക്കും. ആൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ വായ്പ എല്ലാം പ്രോപ്പറാണ്, ഈ വായ്പയിൽ കേസ് നടപടികളൊന്നും ആയിട്ടില്ല, വായ്പക്കാരൻ വലിയ കുടിശ്ശിയൊന്നും വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു ക്ലെയിം തുക, നമ്മുടെ ഇൻഷുറൻസ് തുക കിട്ടുന്നത് പോലെ കേരള സർക്കാർ കൊടുക്കും. ആ ബോർഡിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയാണ്. വൈസ് ചെയർമാൻ വയനാട്ടിലെ ശ്രീ ശശീന്ദ്രൻ, പഴയ MLA ആണ്. ആ ബോർഡിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയാണ്, സഹകരണ ബാങ്കുകളുടെ പ്രതിനിധിയായിട്ട് സർക്കാർ നോമിനിയാണ് ഞാനും. അതുകൊണ്ട് എനിക്ക് ആ ബോർഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഇവർ ഈ മിഥുൻ സി സേനൻ തുടയന്നൂർ ബാങ്കിൽ വന്ന് ശ്രീ ചന്ദ്രസേനൻ്റെ പേരിലുള്ള 3 വായ്പകളുടെയും റിസ്ക് ഫണ്ട്, അതായത് ഈ സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ സഹായം കിട്ടുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളും സഹിതം, മരണ സർട്ടിഫിക്കറ്റും FIRൻ്റെ കോപ്പിയും എല്ലാം സഹിതം അവിടെ അപേക്ഷ സമർപ്പിച്ചു. അതിൻ്റെ നടപടികളും ബാങ്ക് സ്വീകരിച്ചു. അവർക്ക് തർക്കമുണ്ടെങ്കിൽ അവരതിന് അപേക്ഷ കൊടുക്കണോ? അവരത് പറയണ്ടേ? ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിക്കാം. ഒരാൾ വായ്പ എടുക്കുമ്പോൾ ആ വായ്പയുടെ അപേക്ഷ വന്ന് കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് കമ്മിറ്റി പാസ്സാക്കിയിട്ട് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡൻ്റായിട്ടിരിക്കുന്നയാൾ തുക നിശ്ചയിച്ചിട്ട് ലോൺ പാസ്സാക്കി സെക്രട്ടറിക്ക് കൈമാറും. പിന്നീടാണ് ഈ വായ്പ ഗഹാൻ രജിസ്റ്റർ ചെയ്യുന്നത്, ഈ വായ്പയിൽ പണം അനുവദിക്കുന്നത്, പണം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ പണം അദ്ദേഹം പിൻവലിക്കുന്നത്, വായ്പക്കാരെ എടുക്കുന്നു അല്ലെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി കൈമാറുന്നു. ഇതെല്ലാം ചെയ്യുന്നത് പിന്നീടാണ്. ഇതെല്ലാം ബാങ്കിൻ്റെ ഓഫീസിൽ നടക്കുന്ന കാര്യമാണ്. ആ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ബാങ്ക് ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരു ഫയൽ വെച്ചിട്ട് പിന്നെ വേറൊരു വായ്പ ആർക്കും കിട്ടി എഴുതാൻ കഴിയും. അത് എവിടെങ്കിലും നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഞാനുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയിൽ പറയുന്നതും ഡയറിയിൽ എഴുതിയിരിക്കുന്നതുമായ കാര്യങ്ങൾ പിന്നെ 100% തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അയാൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരേണ്ടുന്ന തരത്തിലുള്ള ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മിഥുൻ സമീപിച്ചിരിക്കുന്ന അതോറിറ്റികളെല്ലാം ഞാനും സമീപിച്ചിട്ടുണ്ട്. എൻ്റെയും ഇതിൻ്റെ ആവശ്യം ഒന്ന് തന്നെയാണ്. ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായ നിയമപരമായ അന്വേഷണം നടത്തി ഇത് തെളിയിക്കണം. അത് തെളിയിക്കുമ്പം ഞാൻ ഇതിനെതിരെ കോടതിയെ സമീപിച്ച് ഒരു നിയമ നടപടി സ്വീകരിക്കുന്നു. എനിക്ക് സത്യത്തിൽ അതിലൊക്കെ പ്രയാസമുണ്ട്. കാരണം മിഥുനെ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പയ്യനാണ്. അപ്പോൾ സത്യത്തിൽ അതൊക്കെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഞാൻ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടനാപരമായ ഉത്തരവാദിത്വം മാത്രമല്ല നിർവഹിക്കുന്നത്. സഹകരണ മേഖലയിൽ, ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ മേഖലയിൽ, കർഷക ഉൽപ്പാദക കമ്പനികളുടെ മേഖലയിൽ, മറ്റ് സാംസ്കാരിക മേഖലകളിൽ, സഹകരണ മേഖലയുടെ വിവിധ സ്ഥാപനങ്ങളിൽ, റിസ്ക് ഫണ്ട് ബോർഡിലായാലും സർക്കിൾ സഹകരണ യൂണിയനിലും, കൊല്ലത്തെ അച്യുതമേനോൻ സഹകരണ ആശുപത്രിയുടെ ഡയറക്ടർ ബോർഡിലും, പിന്നെ ഇവിടുത്തെ മന്ത്രിയുടെ നോമിനിയായി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ HDS എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ള നിരവധി സമിതികളിൽ, താലൂക്ക് റവന്യൂ ലാൻഡ് ബോർഡിലും അടക്കം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ തരത്തിൽ വളരെ ആസൂത്രിതമായി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി മിഥുൻ വേറെ ഏതെങ്കിലും ഒരു ദിവസമാണ് ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തൊരു വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്താൽ അത് മനസ്സിലാകാം. പറയുന്നതിന് മുമ്പ് സാമാന്യമായൊരു അന്വേഷണം നടത്തി നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും ചെയ്യാം. ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തത ആവശ്യപ്പെടാം. വേണ്ട, എന്നോട് ആവശ്യപ്പെടണ്ട, എന്നെ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ബാങ്കിൽ പോയി ആ വ്യക്തത വരുത്താം. ഇതുവരെ ബാങ്കിൽ ചെന്നിട്ട് അത്തരം ഒരു ഇടപാട് നടത്തിയിട്ടില്ല. അവിടെ ചെന്നാൽ വളരെ സൗഹൃദപരമായിട്ട് ബാങ്കിൽ കുടിശ്ശിക സെക്ഷനിൽ വിളിക്കുമ്പോൾ സെയിൽ ഓഫീസറോടും സെക്രട്ടറിയോടും അവിടെ സംസാരിച്ചിട്ട് ഞങ്ങളത് എങ്ങനെങ്കിലും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാം എന്ന നിലയിൽ സമീപിക്കുന്ന ഒരാളാണ് ഇവരെ കുടുംബത്തിൽ നിന്ന് വരുന്നവരെല്ലാം. മിഥുനും അവിടെ വായ്പയുണ്ട്. മിഥുൻ്റെ വായ്പ മിഥുൻ അടയ്ക്കുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. മിഥുൻ്റെ അമ്മയ്ക്ക് അവിടെ വായ്പയുണ്ട്. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പും ആ വായ്പ ഒന്ന് റിന്യൂ ചെയ്തിട്ടുണ്ട്, പുതുക്കിയിട്ടുണ്ട്. ഇനിയും അവരടയ്ക്കുന്നവരാണ്. അവരെല്ലാം നല്ല സാമ്പത്തിക ഇടപാട് കൃത്യമായി നടത്തുന്ന ബാങ്കിലെ ഇടപാടുകാരാണ്. നമുക്ക് ആ അർത്ഥത്തിൽ അവരോട് ബഹുമാനമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ
എൻ്റെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്ന ദിവസം ആ സമ്മേളനത്തിലെ ഒരു പ്രതീതി അതിൽ പങ്കെടുക്കുന്ന ഒരാളുമാണ്. ആ സമ്മേളന ദിവസം തിരഞ്ഞെടുത്തിട്ട് അന്ന് കൊല്ലത്ത് പോയി പത്രസമ്മേളനം നടത്തുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശപരമായ സമീപനം ഒരാൾ സ്വീകരിക്കുന്നത് ശരിയല്ല. അപ്പം അത് കൊണ്ടാണ് ഇങ്ങനൊരു ഈ കാര്യം പറയണം എന്ന് തീരുമാനിച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്താ അല്ലല്ല, ഞാൻ എൻ്റെ പോലീസ് മേധാവിക്കും കൊല്ലം റൂറൽ പോലീസ് മേധാവിക്കും ഇവിടെ പോലീസ് SHOയ്ക്കും ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് കൃത്യമായി അന്വേഷിക്കണം. അത് വളരെ വൈകാതെ വേഗതയിൽ ആ അന്വേഷണം പൂർത്തിയാക്കി അതിൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഞാനാണ് കുറ്റക്കാരനെന്നുണ്ടെങ്കിൽ എന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് വൈകരുത്. വൈകിയാൽ ഇതെല്ലാം ആളുകൾ മറന്നു പോകും. 2020 ഫെബ്രുവരി 18-നാണ് ചന്ദ്രസേനൻ മരണപ്പെടുന്നത്. 2025 ഓഗസ്റ്റ് 1-നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അലിഗേഷൻ അദ്ദേഹത്തിന്റെ മകൻ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ സാറ് പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങളെല്ലാം സാറിന്റെ ഒരു നിലപാട് വ്യക്തമാക്കി. ഇതിലൊരു പൊളിറ്റിക്കൽ കോൺസ്പിറസി ഉണ്ടോ? താങ്കളുടെ പാർട്ടിക്കാർ തന്നെ താങ്കളെ വഞ്ചിക്കാൻ ശ്രമിച്ചു? അല്ല, അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. എൻ്റെ പാർട്ടിയിൽ ആർക്കെങ്കിലും ഇതിലൊരു വഞ്ചനയുണ്ടെന്നോ അല്ലെങ്കിൽ അവരാരെങ്കിലും ചേർന്നിട്ട് ഇങ്ങനെ ഒരു അല്ല, ആ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തു പറയുമ്പോഴാണ് എനിക്കറിയാവുന്നത്. എനിക്കങ്ങനെ അഭിപ്രായമില്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ അന്വേഷിച്ചിട്ടുമില്ല. ഏതാ നിതീഷിന്റെ പേര് തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ വേറൊരാളെയും പേര് പറയാനും നിതീഷിന്റെ പേര് ഇതിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വായിച്ചപ്പോൾ വായിച്ചെന്നുള്ളതിൽ അതുകൊണ്ട് നിതീഷിനതിൽ അതെ, ബാങ്കിലെ സെക്രട്ടറിക്ക് അറിയാം, അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന പെൺകുട്ടിക്ക് അറിയാം, കമ്പ്യൂട്ടർ സെഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിക്ക് അറിയാം, നിതീഷ് ചാണപ്പാറയ്ക്കും ഇതെല്ലാ വിവരങ്ങളും അറിയാം എന്ന പരാമർശമാണുള്ളത്. 15 വർഷമായി CPIയുടെ ജില്ലാ കൗൺസിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സഖാവ് GC. ഈ ഒരു വ്യക്തിയെ മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തലത്തിലേക്കാണ് ഈ വാർത്താ സമ്മേളനങ്ങളും കൊല്ലത്തെ പത്രസമ്മേളനമായാലും ബാക്കിയുള്ള ചാനലുകളും വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ താങ്കളുടെ പാർട്ടിയിൽ ഉണ്ടോ എന്നുള്ളത് താങ്കൾക്ക് അറിയില്ല. എന്നാൽ ബാഹ്യമായ ചില കലങ്ങൾ പുലർത്തുന്നില്ലേ? ഈ സമ്മേളന സമയത്ത് തന്നെ ഇത്തരം 2018 നടക്കുന്ന സംഭവം 2025 വരുന്നു. 2025 ആഗസ്റ്റ് 1 തന്നെ തെരഞ്ഞെടുക്കുന്നത് ഇതിൽ എന്തെങ്കിലും 2025 ആഗസ്റ്റ് 1 തന്നെ തെരഞ്ഞെടുത്ത് CPI ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന ദിവസം കൊല്ലത്ത് വന്ന് പത്രസമ്മേളനം നടക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ബാഹ്യ ഇടപെടലിന് അതിന് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് JCNലല്ല പറയേണ്ടുന്നത്, മിഥുൻ C. സേനനാണ് പറയേണ്ടുന്നത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച അങ്ങനെ ചോദിക്കാൻ പാടില്ല. സമ്മേളന കാര്യങ്ങൾ പറയാൻ പാടില്ല. സമ്മേളനങ്ങളിൽ സ്വാഭാവികമായിട്ടും വിവിധ ചർച്ചകൾ വരുമല്ലോ. അതിൻ്റെ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സമ്മേളനങ്ങൾ ചേരുന്നത്. അപ്പോൾ സമ്മേളനത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനാണോ ഇത് മിഥുൻ ചെയ്തതും അല്ലെങ്കിൽ മിഥുനെ ആ വഴിക്ക് നയിച്ചതും അവിടെ തന്നെ കൊണ്ടെത്തിച്ചതും ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തതും ഒക്കെ അതിൻ്റെ പിന്നിലുള്ള ബാഹ്യ ഇടപെടലുകളെ കുറിച്ച് പറയേണ്ടുന്നത് മിഥുൻ തന്നെയാണ്. മിഥുന് CPIയിലെ മെമ്പർഷിപ്പ് ഒന്നും ഒരിക്കലും ഇല്ല. പക്ഷേ മിഥുൻ്റെ അച്ഛനും പാർട്ടിയിലെ ഒരു അംഗമൊന്നുമല്ല. അവരെല്ലാം നമ്മുടെ പാർട്ടിയുടെ അനുഭാവികളാണ്, LDFന്റെ അനുഭാവികളാണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റുന്നത്, ഒരാളെ ഒഴിവാക്കുന്നതും പുതിയ ആളുകൾ ഉൾപ്പെടുത്തുന്നതിനും ഇത്തരം വിഷയങ്ങളൊന്നും അതിൻ്റെ പിന്നിൽ സ്വാധീനം. അത് പാർട്ടി ജില്ലാ കൗൺസിലിന് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് 64 പേരെ പാർട്ടി ജില്ലാ കൗൺസിൽ വരാൻ പറ്റും. അതിൽ തന്നെ 20% ആളുകൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട് വരണം. കുറച്ച് പേർ സ്വാഭാവികമായിട്ട് ഒഴിവാവണം. അപ്പോൾ അത് പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ ആളുകൾ വരണം, ചെറുപ്പക്കാർ വരണം, വനിതകൾ വരണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും എല്ലാം. അതിൽ ഏത് തീരുമാനം വരുമ്പോഴും ഞങ്ങളെല്ലാം അത് അംഗീകരിക്കുന്നവരാണ്. ഞാൻ പ്രത്യേകിച്ചും പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അതിൽ ഇപ്പോൾ ജില്ലാ കൗൺസിൽ തന്നെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിയിൽ പ്രവർത്തിക്കുക
ഏത് തീരുമാനമാണ് പാർട്ടി ഏത് ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു തർക്കത്തിൻ്റെയും ഇതിൻ്റെയൊന്നും ഒരാവശ്യമില്ല. സിപിഐയുടെ കടക്കൽ മണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് താങ്കൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കടക്കൽ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ആദ്യ സെക്രട്ടറി നിരവധി വർഷം കഴിഞ്ഞ മണ്ഡലം സമ്മേളനത്തിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മണ്ഡലം സെക്രട്ടറി ആകുന്നതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നിലയിൽ നിന്നു. ഒരുപക്ഷെ ചില മാഫിയകൾ താങ്കൾക്കെതിരെ ഈ ഒരു സമ്മേളനത്തോടുകൂടി തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അല്ല, കടക്കൽ മണ്ഡലം കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് ഒരുപാട് വർഷമായി. എനിക്ക് മുമ്പ് സഖാവ് എസ് ബുഹാരി കടക്കൽ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ച ഏതാണ്ട് 2-3 ടൈം സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ സെക്രട്ടറി ആവുന്നത്. ഞാൻ 2 ടൈം സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ് പുതിയ സെക്രട്ടറി വന്നു. നമ്മൾ ഇതുമായിട്ട് ഈ ഒരു CPIയുടെ ഒരു MLA കാൻഡിഡേറ്റ് പോലും ആക്കാൻ പറ്റുന്ന നിലയിൽ നാട്ടുകാരെല്ലാം കാണുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളിനെ തകർക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. നാട്ടിൽ പരക്ക ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഞാനെന്തിനാ പറയുന്നത്? ആളുകളുടെ ചിന്തയിൽ ഞാൻ MLA ആവും അല്ലെങ്കിൽ വേറെ പദവിയിൽ എത്തിച്ചേരും. അവരുടെ എനിക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് അവരുടെ ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ താങ്കളുടെ ഈ നിയമ പോരാട്ടത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി താങ്കളുടെ പിന്നിലുണ്ടാകും? തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിക്ക് പരാതി വരും ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്നുള്ളത് പാർട്ടിക്ക് പരാതി കൊടുക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ഇദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വാർത്തയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാർട്ടി എന്നോട് അതിന്റെ കാരണങ്ങൾ എന്താണെന്നല്ല തേടുന്ന അവസരത്തിൽ ഞാൻ പാർട്ടിക്ക് അതിനോട് വിശദീകരണം കൊടുത്താൽ മതിയല്ലോ. അത് ഞാൻ വാർത്തയിൽ കണ്ടൊരു കാര്യമാണ്. എനിക്കങ്ങനെ ഇത് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് കിട്ടും. കാരണം വാർത്തകളെ ഞാൻ എപ്പോഴും എന്തെന്ന് വെച്ചാൽ വസ്തുതകളുടെ പിൻബലത്തിൽ കാര്യങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഊഹാപോഹങ്ങളുടെ എന്നും പറയും ഞാൻ ആത്മഹത്യയിൽ താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല. അതങ്ങനെ ഒരു സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ പേര് പലവിധമായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ എനിക്കതിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ശ്രീ ചന്ദ്രസേനൻ ആത്മഹത്യ ചെയ്തതിൽ പറഞ്ഞറിയിക്കാവാത്ത തരത്തിലുള്ള ഒരു പ്രയാസം എനിക്കുണ്ട്. കാരണം അദ്ദേഹം നമുക്ക് അത്ര ഒരു നമ്മുടെ ലൈബ്രറിക്കും നല്ലൊരു സൗഹൃദത്തിനും എല്ലാം നല്ലൊരു അസറ്റായിരുന്നു. പക്ഷേ പിന്നീടല്ലേ പുതിയ കാരണങ്ങൾ ഒരുപാട് അറിയുന്നത്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ പ്രശ്നം. ഞാനതിലേക്ക് എനിക്ക് പ്രയാസമുണ്ട് അതിൽ. അദ്ദേഹം ഈ ഡയറിയിൽ 2 കയ്യക്ഷരങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. 2 കയ്യക്ഷരങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിൽ എന്തെങ്കിലും ഈ ചന്ദ്രസേനൻ എന്ന ആള് അല്ല അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ശ്രീ ചന്ദ്രസേനൻ്റെ കയ്യക്ഷരം അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് തന്നെയാണോ ഈ ഡയറിയിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലാണോ എഴുതിയിരിക്കുന്നത്? ഇതിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പട എന്ന് പറയുന്നത് വേറൊരു പേജുണ്ട് വ്യത്യസ്തമായ. അത് ഇദ്ദേഹത്തിൻ്റെതാണോ? ഈ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണോ? ബാങ്കിൻ്റെ രേഖകൾ പരിശോധിച്ചാണ് ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്. അതൊരു അതോറിറ്റി ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. നമ്മളതിലങ്ങനെ പരിശോധിച്ച് അഭിപ്രായം പറയാൻ ആളല്ല. അതിനാണ് ഞാനും കൊടുത്തിരിക്കുന്നത്. അതായിരിക്കും ഇതിനും ആവശ്യപ്പെട്ടേക്കുന്നത്. ഇത് പരിശോധിച്ച് ബോധ്യപ്പെടണമെന്നുള്ളത്. അതെ, അതൊക്കെ അവർ പറയേണ്ടുന്നതാണ്. ഒരാൾ മരണപ്പെട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ 5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡയറി കണ്ടതെന്നും ഈ ഡയറിക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ലെന്നും ഡയറി തലേ ദിവസം എഴുതിയതുപോലെ ഫ്രഷായിട്ട് വൃത്തിയായി ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ആൻസർ എല്ലാം 2019 ജനയുഗം ഡയറിയാണ് ഉള്ളത്. അതിന്റെ ഏറ്റവും ലാസ്റ്റ് 7 പേജിലാണ് ഇതുപോലെ എഴുതിയിരിക്കുന്നത്. മറ്റു ജനൈക ഡയറിയൊക്കെ അദ്ദേഹത്തിന് കിട്ടും. ഞാൻ തന്നെ അദ്ദേഹത്തിന് പിന്നെ ഡയറി കൊടുക്കാറുണ്ട്. അദ്ദേഹം KSF ഡയറി എനിക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ജനൈകത്തിൻ്റെ ദീർഘകാലത്തെ ഒരു വായനക്കാരനും വരിക്കാരനുമാണ്. അതുകൊണ്ട് ആ ഡയറി എല്ലാം കിട്ടും. ഡയറിയുടെ അവസാനത്തെ പേജുകളിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നെല്ലാമാണ് പറയുന്നത്. അതുപോലെ ഇതേ ദിവസം തന്നെ തോന്നാനും ഇങ്ങനെ സംഭവം പറയാനും തോന്നാനും അവിടെ പോയി പത്രസമ്മേളനം നടത്താനും ഒക്കെ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിച്ചത് ഈ പറഞ്ഞ എന്തെങ്കിലും ഇടപെടൽ മൂലമാണോ എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ ഇടപെടൽ നടത്തിയവരാണോ പുതിയ ജില്ലാ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അല്ല, അങ്ങനെ പറയാൻ പറ്റും. അങ്ങനൊന്നും പറയാനാവില്ല. ഞാനങ്ങനെ പറയത്തുമില്ല. കാരണം ജില്ലാ കൗൺസിലിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് ഇതൊന്നും മാനദണ്ഡങ്ങളല്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് അയോഗ്യതയെ കാണുന്നൊരു പാർട്ടിയാണ് CPI. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസിനെ കുറിച്ചാണെന്നൊക്കെ ഈ ഡയറിയിൽ പ്രധാനമായിട്ട് പറയുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ പ്രവർത്തനം ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ബാങ്കിൻ്റെ തീർച്ചയായിട്ടും സർവേരിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഈ വാർത്താ സമ്മേളനം വ്യക്തിപരമായി എനിക്കെതിരെയുള്ള പരാമർശങ്ങളും അപകീർപ്പെടുത്തലുമായതുകൊണ്ട് ഞാൻ നടത്തുന്നത്. ബാങ്ക്
ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ടോ എന്ന് ബാങ്കിൻ്റെ ഭരണസമിതി അതിന് ഉചിതമായ സന്ദർഭത്തിൽ തീരുമാനിക്കും. അത് ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിലായിരിക്കും അതിനൊരവസരം ചിലപ്പോൾ വേണ്ടി വരുന്നത്. അപ്പോൾ അത് ഭരണസമിതി തീരുമാനം കൈക്കൊള്ളും. അതിലൊന്നും ഒരു ഇതുമില്ല. എത്ര പ്രശ്നങ്ങൾ ഇപ്പൊ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഈ പ്രശ്നം വരുന്നുണ്ട്, അതിലേക്ക് അഭിമുഖീകരിക്കുമ്പോൾ എന്തെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടോ? ഒരു പ്രയാസമില്ല. എനിക്ക് പണ്ട് മുതൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വീട്ടിലെ ലൈബ്രറി പരിശോധിക്കുക, എൻ്റെ ഫയലുകൾ ഞാൻ എടുത്ത് കാണിച്ചില്ല. എനിക്കത് ഇടയ്ക്കിടയ്ക്കെടുത്ത് നോക്കുമ്പോൾ വലിയ രസം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ തിരക്കഥകളാണ് അതിൽ മെനഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി തന്നെ ഒരു തീരുമാനം എടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പുറത്തൊന്ന് റിപ്പോർട്ട് ചെയ്ത തീരുമാനം പോലുമല്ല, പാർട്ടിക്കകത്തുള്ളൊരു കാര്യം. പക്ഷേ നിർഭാഗ്യവശാൽ പുറത്തു വരുന്ന വാർത്തകൾ തെറ്റായിട്ടാണ്. അപ്പോൾ അത് തൽപര കക്ഷികൾ കൊടുക്കുന്നതാണ്. ഇതൊന്നും പാർട്ടിക്ക് പങ്കില്ല. പാർട്ടി അതൊക്കെ അന്വേഷിച്ച് അത്തരക്കാർക്കെതിരെ അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ കർശന നടപടി CPI തീരുമാനിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും പുറമേ വരുന്നതാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത പുറത്തു വിട്ടു. 2024 ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിലാണ് ആ വാർത്തയുടെ ആദ്യ സംപ്രേഷണം നടക്കുന്നത്. അത് ഏതാണ്ട് 53 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു വാർത്തയാണ്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും CPI ജില്ലാ കൗൺസിൽ അംഗവുമായ JC അനിൽ 6 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൻ്റെ പ്രസിഡന്റാണ് അന്ന് ഞാനെന്നുള്ളത് കൊണ്ട് ഞാൻ ബാങ്കിലേക്ക് തന്നെ നടത്തിയ പത്രസമ്മേളനം സ്റ്റേറ്റ്മെൻറ്റായി കൊടുത്താണ്. ആ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെൻറ് സഹകരണ വകുപ്പ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് നിങ്ങൾ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടാൽ ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വിവരാവകാശ പ്രകാരം കിട്ടും. അത് പരിശോധിച്ച് നോക്കണം. 6 കോടി രൂപ പോയിട്ട് 6 പൈസയുടെ ഒരു കുറവ് നഷ്ടപ്പെടൽ തുടയന്നൂർ ബാങ്കിനുണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു പരാമർശമില്ല, അത്തരം ഒരു ഇതുമില്ല. അപ്പോൾ അത് തന്നെ ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാർത്ത തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കേസ് ഫയൽ ചെയ്ത് മാധ്യമത്തിനെതിരെ പോയി. പക്ഷേ പിന്നെ അതിൻ്റെ തുറന്ന നടപടികൾ സ്വീകരിക്കണമെങ്കിൽ നിയമാനുസൃതമായ ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. കാരണം ഞാൻ ക്ലെയിം ചെയ്യുന്ന തുക 1 കോടി രൂപയാണ്. അപ്പോൾ അതിൻ്റെ 10% പിന്നെ കോടതിയിൽ കെട്ടിവെക്കണം. കോർട്ട് ഫീസ് ചിലവുണ്ട്. ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ അത് വഹിക്കാം. പക്ഷേ ഭരണസമിതിയിൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നെങ്കിലും 1 രൂപ ഈ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കരുതെന്ന് അന്ന് പ്രസിഡന്റായിരുന്നു എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ബാങ്കിൻ്റെ പണമെടുത്ത് റിപ്പോർട്ടർ ചാനലിനെതിരെ ഞാൻ അന്ന് കേസിന് പോയതേയില്ല. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി പക്ഷേ അങ്ങനെ ഒരു കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുമില്ല. അവരുടെ ആ വാർത്ത 4 or 5 തവണ അവർ തന്നെ നേരിട്ട് ഇത് ചെയ്യുന്നു. അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അത് 38 or 40 ലക്ഷം പേര് അന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നതും 10-40 ലക്ഷം പേര് കണ്ടു കാണും, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ആളുകൾ കണ്ടാണ്. ഞാനിനിയിപ്പോൾ അതെല്ലാം കൂടി കണ്ട ആളുകളെ തിരുത്തുക എന്നുള്ളതല്ല. JC അനിൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെ, CPI പ്രവർത്തകനെ അറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. ആ ആളുകളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടവരത്തക്ക തരത്തിൽ, അപകീർത്തിപ്പെടുത്തത്തക്ക തരത്തിൽ, പ്രത്യേകിച്ചും ആവർത്തിച്ചു വരുന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു വാർത്ത. അതുകൊണ്ടാണ് സത്യത്തിൽ ഇതിങ്ങനെ പറയുന്നത്. എനിക്കിതൊന്നും ഇങ്ങനെ അങ്ങനെ പേഴ്സണലായിട്ട് ഒരു അഭിമുഖം നടത്തി ഏതെങ്കിലും അതൊന്നും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഇത്തരം ഒരു സന്ദർഭമായതുകൊണ്ട് മാത്രമാണ് അത് കൊടുക്കുന്നത്. സ്വകാര്യ സംഭാഷണത്തിൽ ആര് ചോദിച്ചാലും ഞാനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള Z പരാമർശങ്ങളെക്കുറിച്ചും കൃത്യമായത്, അതിലൊരു വളച്ചൊടിക്കലും കാണത്തില്ല, വളരെ കൃത്യമായ മറുപടി അക്കാര്യത്തിൽ വീഴ്ച. സംസ്ഥാന സെക്രട്ടറി എനിക്ക് വീഴ്ച വന്നാൽ ഞാനത് കൃത്യമായിട്ട് തിരുത്തിയിരിക്കും. നിങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടെന്ന് ഒരു അതോറിറ്റിയോ ഒരു സംവിധാനമോ ഒരു വ്യക്തിയോ സൂചിപ്പിച്ചാൽ ഞാനത് എഗ്രി ചെയ്യും, അത് തുറന്ന് സമ്മതിക്കും, ഞാനത് തിരുത്തും. അറിയാതെ പറ്റുന്ന തെറ്റുകൾ മനുഷ്യർക്ക് പലർക്കും ഉണ്ടാവും. ഞാൻ അറിഞ്ഞുകൊണ്ട് 1000കണക്കിന് ശരി ചെയ്തിട്ടുണ്ട്. അറിയാതെ എനിക്ക് തെറ്റുകൾ സ്വാഭാവികമായിട്ടും 35 കൊല്ലം കൊണ്ട് മുഴുവൻ സമയ പൊതുപ്രവർത്തകനാണ്. ഈ 35 കൊല്ലത്തിനിടയിൽ 1 മണിക്കൂർ ഒരിടത്ത് ഞാൻ വേതനത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജോലി ചെയ്യാനൊരു അവസരം ഉണ്ടായിട്ടില്ല. എനിക്ക് പാർട്ടി നിയോഗിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പദവി വഹിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നാമമാത്രമായ അലവൻസോ യാത്രാപ്പടിയോ ഓണറേറിയോ കിട്ടിയാൽ അതായിരിക്കും എൻ്റെ സ്വന്തം വരുമാനം എന്ന് പറയുന്നത്. ബാക്കി ഞാൻ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആക്ഷേപങ്ങളെല്ലാം എന്താണ്? ഒന്നുകിൽ ഞാനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ, പാർട്ടിയെ കണക്ട് ചെയ്താണ് പറയുന്നത്. ഈ നാട്ടിൽ ഏതെങ്കിലും
ഒരു കരാറുകാരോ മറ്റേതെങ്കിലും ഒരാളോ ഞാൻ ഒരാൾക്ക് നിയമനം കൊടുക്കാൻ ഈ പാർട്ടി സ്വാധീനങ്ങളോ ഭരണത്തിലെ സ്വാധീനങ്ങളോ അല്ലെങ്കിൽ ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്, അതിനെക്കുറിച്ച് രാഷ്ട്രീയം വരുന്നുണ്ടോ? ആർക്കെങ്കിലും എവിടെങ്കിലും ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊരു പരാമർശം വരുന്നുണ്ടോ? വേറെ ഏതെങ്കിലും പരാമർശം വരുന്നുണ്ടോ? അല്ലെങ്കിൽ സമൂഹത്തിൽ തെറ്റായ രീതിയിൽ ഒരു പൊതുപ്രവർത്തനം സ്വീകരിച്ചുകൂടാത്ത രീതിയിലുള്ള തെറ്റായ ജീവിതശൈലി എനിക്ക് പങ്കാളിയാകുന്നു എന്ന് പറഞ്ഞൊരു പരാമർശം വന്നിട്ടുണ്ടോ? അപ്പോൾ വരുന്നതെല്ലാം ഈ നിലയിലുള്ള വാർത്തകളാണ്. അപ്പോൾ അതിനെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അതിനെല്ലാം മനസ്സിലാക്കി അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അവർ അത് തള്ളിക്കളയും. ആ തള്ളിക്കളയുന്നത് കൊണ്ടാണ് ഞാനും ആയാലും മറ്റു പൊതുപ്രവർത്തകരായാലും അവർ വീണ്ടും ഈ പൊതുരംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെയും മീഡിയാസിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാം പിന്തുണ കിട്ടുന്നത്. ഇപ്പം ഞാൻ ചെയർമാനായിട്ടുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നിങ്ങളെല്ലാം നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്തല്ലോ. 4 ദിവസത്തെ ഒരു അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നബാർഡിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായമൊന്നും ഇല്ലാതെ പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി വളരെ വിജയകരമായി നടത്തിയെന്നാണ് എൻ്റെ ഒരു റിവ്യൂ. ബാക്കി നിങ്ങളെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കും, ഇത്തരം ആരോപണങ്ങളും പ്രയാസപ്പെടുത്തലുകളൊന്നും പൊതുപ്രവർത്തനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് ലാഭത്തില്ല. പണ്ടേ തന്നെ എൻ്റെ ഒരു ശീലം എന്തെന്ന് വെച്ചാൽ എതിർപ്പ് കടക്കുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ കരുത്ത് കൂട്ടിക്കൊണ്ടിരിക്കും. കമ്മ്യൂണിസ്റ്റ് തുടരുക തന്നെ ആ തീർച്ചയായിട്ടും. പക്ഷെ അത് ഇത്രയും അവഹേളനം നേടുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ വേണമോ എന്നൊരു പുനർചിന്തനം വേണ്ടേ? അത് പാർട്ടി അല്ലല്ലോ എന്നെ അവഹേളിക്കുന്നത്. അതിന് ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാരെയും അങ്ങനെ പ്രത്യേകിച്ച് വളർത്തുകയില്ല. നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നവർക്കെല്ലാം ആ പൊതുരംഗത്ത് നമ്മുടെ അനുകരണീയമായ മാതൃകകൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ആളുകൾ സ്വീകരിക്കുന്നത്. അത് പാർട്ടിക്കകത്തും സ്വീകരിക്കും, പാർട്ടിക്ക് പുറത്തുള്ളവരും സ്വീകരിക്കും. നമ്മളെ എതിർക്കുന്നവർക്ക് എതിർത്തേ മതിയാവും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എതിർക്കുന്നില്ല, ആരെയെല്ലാം എതിർക്കുന്നു. എനിക്ക് അവരോട് വ്യക്തിപരമായി അവരെ എനിക്കിഷ്ടമുണ്ട്. പക്ഷേ എനിക്ക് എതിർക്കേണ്ടി വരും, രാഷ്ട്രീയമായി എതിർക്കേണ്ടി വരും, എൻ്റെ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. അപ്പോൾ ബോധപൂർവം ചിലപ്പോൾ എതിർക്കില്ല, അത് വരും. അതുകൊണ്ട് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ആളുകളെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു വിഭാഗമില്ല. എല്ലാവരെയും നമ്മൾ ആ നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നവർ എന്നെ വിമർശിക്കാൻ പാടില്ല, എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്ന് ഇല്ല. പിന്നെ എന്നെ അപകീർത്തിപ്പെടുത്തണമോ ബോധപൂർവം ചെയ്യണമോ വേണ്ടതെന്ന് അതിലേർപ്പെടുന്ന കക്ഷികളാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരാളോട് അഡ്വാൻസായിട്ട് പറയാനുണ്ട്, ഞാൻ ഇങ്ങനെല്ലാം ചെയ്യാം, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം, നിന്നെ വളർത്തുകയും ചെയ്യാം. അതുകൊണ്ട് നീ നാളെയും എന്നെ വിമർശിക്കരുത്, എന്നെ ഒരിക്കലും അപകീർത്തിപ്പെടുത്തരുത്, അപകീർത്തിപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് പെടരുത് എന്ന് ഒരാളോട് അഡ്വാൻസായിട്ട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ അതിനൊന്നും അങ്ങനെ ഒരാളെയും സ്വാധീനിക്കത്തില്ല. അതെല്ലാം സ്വതന്ത്രമായ വിമർശനത്തിനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളതുപോലെ ബാക്കി എല്ലാവർക്കും ഇല്ല. അപ്പോൾ പിന്നെ ഞാനതിൽ വേറൊരാളോട് അഭിപ്രായം പറയുന്നത്, എനിക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വിമർശനം നടത്താൻ വേറെയുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ല. അവരോട് ഒരു പകയും ഇല്ല, ഒരു വിദ്വേഷവും ഇല്ല. നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇത്രയും നിങ്ങൾ സ്വകാര്യമായി ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു കാര്യം? ഞാൻ ഈ സമൂഹത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിനെതിരെ വ്യക്തിഹത്യ ചെയ്ത് അയാൾക്ക് മാനസിക പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിൽ JC അനിലിനെ അക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ്, എൻ്റെ ഒരു വാട്സപ്പ്, എൻ്റെ ഒരു ഓപ്പണായിട്ടുള്ള സംഭാഷണം, ഞാൻ ഏതെങ്കിലും സ്വകാര്യ സംഭാഷണം നടത്തുന്നോ ഇല്ലെന്നുള്ളതല്ല, അത് നമ്മളെല്ലാവരും നടത്തും. അങ്ങനെ ആർക്കെങ്കിലും എതിരായിട്ട് ഒരു പൊടിയമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പരാമർശം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നാട്ടിൽ പറയാൻ പറ്റും? ഇതിൽ ഇന്നാരെയാണ് ആകെയാണ്? എന്നെ അങ്ങനെ ആരും സംശയിക്കുന്നില്ല. കാരണം ഞാൻ അത്തരം ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തില്ല. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം വരുമ്പോൾ ഞാൻ ധൈര്യത്തോടു കൂടി നിൽക്കുന്നെങ്കിലും എൻ്റെ കുടുംബവും എന്നെ സ്നേഹിക്കുന്ന ആളുകളും എൻ്റെ പാർട്ടിയിലെ സഖാക്കളും എൻ്റെ മുന്നണിയിലെ സഖാക്കളും ഒക്കെ ഒരുപാട് പേർ വിഷമിക്കുന്നു. എൻ്റെ കുടുംബത്തിലാണെങ്കിൽ ഒരുപാട് വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അതിന് പകരം വേറൊരാളിൻ്റെ കുടുംബത്തിലും സമാനമായ രീതിയിൽ ഒരു വിഷമവും പ്രയാസവും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണത് ചെയ്യാത്തത്. എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, നിങ്ങൾക്ക് തിരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം, ഞങ്ങൾ ചെയ്യാം. ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുമില്ല, അത്തരക്കാരെ കൂടെ കൂട്ടത്തുമില്ല. അങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തുമില്ല. അതാണ് എൻ്റെ ഒരു പോളിസി.
അത് നാളെയും അങ്ങനെ തന്നെ തുടരും. ഓക്കെ.